കഴിഞ്ഞ ദിവസം മോദി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിന് മറുപടിയുമായി പ്രിയങ്ക ഗാന്ധിയും മഹുവ മൊയ്ത്രയും ശക്തമായി രംഗത്ത് വന്നു. മോദിയുടെ ഓരോ വരികൾക്കും ചാട്ടുളിയായി ഉത്തരം നൽകിയ ആ രണ്ട് പെൺപുലികളുടെ ആക്രമണത്തിൽ മോദി നിലംബരച്ചായി കഴിഞ്ഞത് നമ്മൾ കണ്ടു. വോട്ട് കൊള്ളയിലൂടെ രാജ്യത്തെ ജനാധിപത്യം തകർത്തുകൊണ്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന മോദി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വർഗീയതയും ചരിത്ര തിരസ്കരണവുമായി വന്നപ്പോഴായിരുന്നു വാക്കുകൾ കൊണ്ട് പ്രിയങ്കയും മഹുവയും ആക്രമണം അഴിച്ചുവിട്ടത്. മോദി ഇന്ന് വർഗീയമായി ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉൾപ്പെടെ മറ്റ് മതങ്ങളെ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ കടന്നാക്രമിക്കുമ്പോൾ, നെഹ്റുവിനെയും ഗാന്ധിയെയും അംബേദ്കറെയും അടക്കം തിരസ്കരിക്കുമ്പോൾ അങ്ങ് ഒന്നോർക്കണം മോദി. 1977 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വർഗീയ ചേരിതിരിവിന് ശ്രമിച്ച ജിന്നയെ പുറത്താക്കിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന് പിന്നാലെ ഇന്ത്യയിൽ ഉയർന്നു വരാവുന്ന ആഭ്യന്തരമായ ഒരു ചേരിതിരിവിനെ ഇല്ലാതാക്കുകയായിരുന്നു നെഹ്റു. ശേഷം രാജ്യത്ത് അവശേഷിച്ച മുസ്ലിം സമുദായത്തെ നെഹ്റു പൊതിഞ്ഞു പിടിച്ചു. സാഹോദര്യ സ്നേഹത്തിൻ്റെ ഭരണഘടനാപരമായ അച്ചുതണ്ട് കൊണ്ട് എല്ലാവർക്കും തുല്യമായ അവകാശമുണ്ടാക്കിയെടുത്തു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും സിഖും പാഴ്സിയും തുടങ്ങി നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വം ഉയർത്തിപ്പിടിച്ച് രാജ്യത്തെ ഒരു റിപ്പബ്ലിക്കായി ശക്തിമത്താക്കി. പക്ഷേ ഇന്ത്യയിൽ അപ്പോഴും തീവ്ര ഹിന്ദു വർഗീയതയുടെ വിഷപ്പാമ്പുകൾ പത്തിവിടർത്തി ആടുമെന്നത് നെഹ്റുവോ ഗാന്ധിയോ അന്നത്തെ നേതാക്കൾ ആരും കരുതിയില്ല. കാരണം ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്ന് നേടിയ സ്വാതന്ത്ര്യം അത് രാജ്യത്തിൻ്റെ നേട്ടമായി ഇന്ത്യയിലെ ഓരോ കുഞ്ഞും അഭിമാനത്തോടെ കരുതുമെന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ചെറിയ ചെറിയ കാർമേഘങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഉഗ്രവർഗീയ വിഷപ്പാമ്പുകളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്ന്. അതാണ് വാസ്തവം. അതങ്ങ് പതുക്കെ പതുക്കെ രാജ്യത്തെ വിഴുങ്ങുകയായിരുന്നു. പിന്നെ BJPയുടെ വർഗീയ വളവും അഴിമതി പണവും അധികാര ദുർവിനിയോഗവുമായി തഴച്ചു വളർന്ന് രാജ്യത്തെ മുഴുവൻ ഗ്രസിക്കുകയായിരുന്നു. സംഘപരിവാർ വർഗീയത ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഉഗ്രമായ അവസ്ഥയിലേക്ക് രാജ്യത്ത് വ്യാപിപ്പിച്ചു കഴിഞ്ഞു BJP. കഴിഞ്ഞ ദിവസം മോദി പാർലമെൻറ്റിൽ നെഹ്റുവിനെ കടന്നാക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സത്യത്തിൽ മോദി നടത്തിയത് ഒരു ഏറ്റവും നാണം കെട്ട അവസ്ഥയിലേക്ക് താഴ്ന്നടിയുന്ന നിലപാടാണ്. ജനങ്ങളുടെ രാജ്യത്തിൻ്റെ കാതലായ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ മോദി നടത്തിയ വെറും ഗിമ്മിക്കായിരുന്നു അത്. രാജ്യത്തെ വോട്ട് കൊള്ളയും പാളിപ്പോയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും മോദി, അദാനി, അംബാനി, നീരജ് മോദി, ടാറ്റ തുടങ്ങിയ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി കോടികളുടെ വകമാറ്റലും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിലുള്ള പോരായ്മ മൂലം സംഭവിച്ച അതിഗുരുതരമായ വീഴ്ചകളും അതിപ്രധാനമായ രാജ്യത്തിൻ്റെ മർമ്മപ്രധാനമായ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ തീവ്രവാദികളുടെ ആക്രമണവും ആഴ്ചകളായി തുടരുന്ന വ്യോമയാന പ്രതിസന്ധിയും രൂപയുടെ വൻ വിലയിടവും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറവും തുടർച്ചയായി നാഷണൽ ഹൈവേ ദുരന്തവും ഇന്ത്യയിൽ അടിക്കടി ഉണ്ടാവുന്ന ട്രെയിൻ ദുരന്തങ്ങളും തുടങ്ങിയ വലിയ ജനകീയ പ്രശ്നങ്ങൾ ഒന്നും പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഒരു വിഷയമേ അല്ല. കാരണം ഇത് ജനങ്ങളുടെ ദൈനംദിന വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് മോദി അതൊന്നും പരാമർശിക്കാതെ 150 വർഷം പഴക്കമുള്ള ഒരു ദേശഭക്തി ഗാനത്തെ ഉയർത്തി നെഹ്റുവിനെ ആക്രമിക്കാൻ മുതിർന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ മോചന ശബ്ദമായാണ് കോൺഗ്രസ് വന്ദേ മാതരത്തെ ഉപയോഗിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി റാലികളിലും പ്രകടനങ്ങളിലും വന്ദേ മാതരം മുഴങ്ങിക്കേട്ടു. ഇതിൽ വിരളി പൂണ്ട ബ്രിട്ടീഷ് ഭരണകൂടം വന്ദേ മാതരം പരസ്യമായി ആലപിക്കുന്നത് നിരോധിക്കുകയാണ് ഉണ്ടായത്. നിരവധി കോൺഗ്രസ് നേതാക്കൾ ഈ ഗാനം ആലപിച്ച കുറ്റത്തിന് തുറങ്കിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ എഴുതിയ ഈ ദേശഭക്തി ഗാനം 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ആലപിച്ചു. ഇതോടെയാണ് ഈ കവിത ശ്രദ്ധയാകർഷിക്കുന്നത്. കവിത ഇന്ത്യയുടെ ദേശീയ ഗീതമായി കോൺഗ്രസ് പ്രവർത്തക സമിതി പിന്നീട് അംഗീകരിക്കുകയുണ്ടായി. ഇതാണ് BJP ഇന്ന് വർഗീയ ധ്രുവീകരണത്തിനായി ഈ ഗാനത്തെ ഉപയോഗിക്കുന്നത്. മോദി നെഹ്റുവിനെ മുൻനിർത്തി ഇത് പരാമർശിക്കുമ്പോൾ ചില കണക്കുകളുടെ പൊരുത്തക്കേടുകൾ ചിരി പടർത്തും. 1950 സെപ്റ്റംബർ 17 മോദി ജനിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് മോദി ജനിക്കുന്നതിന് 8 മാസം മുന്നേ ഉണ്ടായ ഒരു ഗാനം അത് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഗാനമാവുകയും പിന്നീടത് ഇന്ത്യയുടെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന അന്തസത്ത അടങ്ങിയത് ഉൾക്കൊണ്ട് ഇന്ത്യയുടെ ദേശഭക്തിയുടെ ഉൾക്കരുത്തിൽ ആ ഗാനം ഇന്ത്യയുടെ ഭാഗമാക്കുകയുമായിരുന്നു. അപ്പോൾ അന്ന് ബാലാരിഷ്ടത മാറാത്ത മോദി എങ്ങനെ ഈ ഗാനത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുമെന്നാണ് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ അത്രയും. മോദി പഠിക്കാത്ത ചരിത്രം ഇന്ത്യയിലുണ്ട് എന്ന ബോധ്യമുണ്ടാവണം.
തനിക്കറിയില്ലെങ്കിൽ അത് ഉണ്ടായിരുന്നില്ല എന്നും തൻ്റെ ഇഷ്ടം ചരിത്രമാക്കി മാറ്റാമെന്നുമുള്ള ഒരുതരം സ്വേച്ഛാധിപത്യം അല്ല മോദി പ്രയോഗിക്കുന്നത്. ഇന്ന് രാജ്യത്തെ ജനങ്ങളുടെ അന്നത്തെ സംബന്ധിക്കുന്ന, അവരുടെ അതിജീവനത്തിൻ്റെ അവകാശത്തെ മാനിക്കുന്ന, സ്വച്ഛ ഭാരതിൻ്റെ പുറംപോക്കിൽ ഇപ്പോഴും വെളുക്കിരിക്കുന്ന, ശുചിമുറി എന്ന് കേൾക്കാത്ത, പാവങ്ങളെ കാണാത്ത ഒരു പ്രധാനമന്ത്രി. സ്വന്തം ഭരണപരാജയം മറച്ചുവെക്കാൻ 75 വർഷം മുമ്പ് മരിച്ച ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയെ അവഹേളിക്കാൻ അവസരം പ്രയോഗിച്ച മോദിയെ തുറന്ന ജനാധിപത്യ യുദ്ധത്തിനായി വെല്ലുവിളിക്കുകയായിരുന്നു ഇന്ത്യയിലെ 2 പെൺപുലികൾ പാർലമെന്റിൽ. രാജ്യത്ത് പ്രതിസന്ധികളുടെ വിഴുപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിമാന പ്രതിസന്ധി അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലെത്തിയിരിക്കുകയാണ്. വിമാന കമ്പനികൾക്ക് കൊള്ള ലാഭമുണ്ടാക്കാൻ സർക്കാർ വഴിയൊരുക്കി എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. 3-4 ഇരട്ടിയായി ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിച്ചു എന്നത് ഈ തട്ടിപ്പിൻ്റെ ആഴം നമുക്ക് വ്യക്തമാക്കുന്നതാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും DGCA നടപ്പിലാക്കിയ ഫ്ലൈറ്റ് ടൈം ലിമിറ്റേഷൻ ചട്ടം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് ഇൻഡിഗോ വിമാന സർവീസും താളം തെറ്റാൻ തുടങ്ങിയത്. 150, 200, 300 വിമാനങ്ങൾ നിരന്തരമായി അടിയന്തരമായി റദ്ദാക്കപ്പെട്ടുമ്പോൾ അത് യാത്രക്കാരെ ആകെ വലയിക്കുന്ന അവസ്ഥയിലേക്കും എത്തിച്ചു. അപ്പോഴും സർക്കാർ അടിയന്തരമായി കൈക്കൊള്ളേണ്ട നടപടികളിൽ കണ്ണടയ്ക്കുന്ന അവസ്ഥയായിരുന്നു. ഇങ്ങനെ രാജ്യത്തെ ചൂഴ്ന്നിരിക്കുന്ന അതിപ്രധാനമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നിരിക്കെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി മോദി എങ്ങോട്ട് പോകാൻ? പിടിച്ച പിടിയാലെ മുന്നിൽ നിർത്തി മുട്ട് വിറപ്പിച്ചു അവർ പാർലമെന്റിൽ. 2 പുലികൾ മോദിയെ ചീറിക്കടിക്കുകയായിരുന്നു അവിടെ. മുൻപും പ്രിയങ്ക ഗാന്ധി പാർലമെന്റ് അകത്തളത്തിൽ മോദിയെ വിറപ്പിച്ചിട്ടുണ്ട്. പാക് സൈന്യം കീഴടങ്ങുന്ന ചിത്രം പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് നീക്കം ചെയ്തതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രിയങ്കയുടെ അന്നത്തെ ചോദ്യം. ഇത് യുദ്ധത്തിൽ മരിച്ച സൈനികരെ അപമാനിക്കുന്നു എന്ന്, അതിന് തുല്യമാണ് എന്ന് അവർ അന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ നേതൃപാടവം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ബംഗ്ലാദേശിന് നേരെ കണ്ണടച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് അത്തരമൊരു യുദ്ധത്തിനിറങ്ങാനും വിജയം വരിക്കാനും കഴിഞ്ഞതെന്ന് പ്രിയങ്ക ഗാന്ധി അന്ന് കൂട്ടിച്ചേർത്തു. 1971 ബംഗ്ലാദേശിൽ കൂട്ടക്കൊല നടക്കുന്ന സമയം ഇന്ത്യ മാത്രമാണ് അതിനെതിരെ പോരാടാൻ തയ്യാറായത്. ലോകം മുഴുവൻ ഈ സംഭവത്തിന് നേരെ കണ്ണടച്ചു. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അന്ന് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. രാജ്യം മുഴുവൻ പ്രധാനമന്ത്രിക്കൊപ്പം നിന്നു. നമ്മൾ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. ആ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആ ചരിത്ര ചിത്രം നീക്കിയതിലൂടെ മോദി ചെയ്തത് എന്നാണ് പ്രിയങ്ക തുറന്നടിച്ചത്. 1971 യുദ്ധത്തിൽ പരാജയം സംബന്ധിച്ച് കീഴടങ്ങൽ രേഖയിൽ പാകിസ്ഥാൻ ഒപ്പിടുന്ന ചിത്രമാണ് കരസേനാ മേധാവിയുടെ ഓഫീസിൽ നിന്ന് നീക്കിയത്. യുദ്ധവിജയത്തിൻ്റെ ഓർമ്മ ദിവസമായിരുന്ന ഡിസംബർ 16 ലോകസഭയിൽ ശൂന്യവേളയിലാണ് ചിത്രം സേനാസ്ഥാനത്ത് നിന്ന് പുനഃസ്ഥാപിക്കണമെന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടത്. ഇങ്ങനെ ചരിത്രം മറക്കാനും ചരിത്രം തിരുത്താനും അധികാര ഗർഭമൂത്ത മോദി മുന്നിട്ടിറങ്ങുമ്പോൾ അതിനെ തടയിടാൻ, പ്രതിരോധിക്കാൻ തക്ക പ്രാപ്തിയോടെയാണ് ഈ പെൺപുലികൾ രംഗം ഘടിപ്പിച്ചത്. മോദിക്കെതിരെ യുദ്ധകാഹളം മുഴക്കുന്നത്. മോദിക്കറിയാം തൻ്റെ നിലനിൽപ്പ് ഇന്ത്യയിൽ ഇനി നടപ്പിലാവില്ല എന്ന്. കാരണം പ്രതിപക്ഷം അത്രയ്ക്ക് ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. താൻ അധികാരത്തിൽ കയറിയ കാലത്ത് നിന്ന് ഒരുപാട് വളർന്നു കഴിഞ്ഞു പ്രതിപക്ഷം. ഇന്ന് തൻ്റെ തന്നെ ചെയ്തികൾ തന്നെ തിരിഞ്ഞു കുത്തുകയാണ്. തൻ്റെ ചെയ്തികളുടെ കർമ്മഫലം അത് തനിക്ക് തന്നെ ശാപമായി മാറുകയാണ്. ഇന്ത്യയുടെ ചരിത്രം തൊട്ടാൽ ഇനി പൊള്ളുന്ന അവസ്ഥയാണെന്നും മോദിക്ക് മനസ്സിലായി കഴിഞ്ഞു. മോദിക്ക് അവകാശപ്പെടാനില്ലാത്ത പാരമ്പര്യത്തിൻ്റെ സമ്പുഷ്ടതയിൽ മോദിക്ക് ഒരുതരം ജലസിയാണ്. അതാണ് മോദി നെഹ്റു കുടുംബത്തെ അവഹേളിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. രാജ്യം പ്രതീക്ഷയോടെ കാത്തുവയ്ക്കുന്ന രാഹുൽ പ്രിയങ്കയുടെ മുന്നേറ്റം രാജ്യത്ത് നിന്ന് ആരവമായി ഉയരുകയാണ്. അത് മോദിക്ക് തീരാ തലവേദനയും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് മോദി ഇന്ന് ഭയാശങ്കകളോടെ പ്രതിപക്ഷത്തെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും നോക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.